അപ്പോൾ ഈ വിജയത്തിൻ്റെ ശില്പി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ശില്പി പിണറായി വിജയനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണ വൈകല്യം കൊണ്ടാണ് UDF-ന് 102 സീറ്റ് കിട്ടിയത്. BJP-ക്ക് പോലും 3 സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 63 അംഗങ്ങളുള്ള നിയമസഭാ കക്ഷികളായിട്ട് 45 പേരും വേണുഗോപാലിനെ പിന്തുണച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് വലിയൊരു അട്ടിമറി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവിടെ ഉരുണ്ടുകൂടിയിരുന്നു. ഈ നിയമസഭാ കാലത്ത് ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിൽ ചേരില്ല, പുറത്ത് നിന്ന് പിന്തുണക്കും. ഈ വന്ന ആൾ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച് നിയമസഭാംഗമായതിനു ശേഷമേ ലീഗ് മന്ത്രിസഭയിൽ ചേരുള്ളൂ എന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ്, കടുത്ത തീരുമാനമാണ് ലീഗ് എടുത്തത്. സതീശൻ ഒരാൾ മാത്രമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശി അവർ മതരാഷ്ട്രവാദവും പണ്ട് ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ലീഗ് പിന്തുണച്ചു എന്ന് വെച്ച് 5 കൊല്ലം ലീഗിൻ്റെ പിന്തുണ ആ നിലയിൽ കിട്ടണം നിർബന്ധമില്ല. കാരണം ലീഗുകാർ അനാവശ്യവും അവിഹിതവുമായ ഒരുപാട് ഡിമാൻഡുകൾ മുമ്പോട്ട് വയ്ക്കും. അവർക്ക് കിട്ടുന്ന വകുപ്പുകളൊക്കെ അവരവരുടെ സ്വകാര്യ സാമ്രാജ്യമായിട്ട് ഒരു സുൽത്താനേറ്റായിട്ട് വച്ച് ഭരിക്കും. CPM ഇപ്പോൾ അല്പം തളർന്ന് ക്ഷീണിച്ച അവസ്ഥയിലാണ്. ഈ CPM-ൻ്റെ വോട്ട് ബേസിലേക്ക് ഇത് കടന്നു കയറാൻ അവർ ശ്രമിക്കും. മാത്രമല്ല ഈ മുസ്ലിം ലീഗിനോട് അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള എതിർപ്പ് എന്ന് പറഞ്ഞാൽ കേരള പൊതുസമൂഹത്തിലുണ്ട്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് സ്വാഗതം. അനിശ്ചിതത്വത്തിനൊടുവിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. VD സതീശൻ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്ന ആവശ്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചു എന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദവും ഫലം കണ്ടു എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനൊപ്പം തന്നെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് VD സതീശന് മുന്നിലുള്ള പാത എങ്ങനെയുള്ളതായിരിക്കും? പ്രത്യേകിച്ച് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ 2 പ്രമുഖരുടെ അസംതൃപ്തി കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ കരുത്തനായ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായും വരികയാണ്. നോക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേർന്നു അഡ്വക്കേറ്റ് ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. വളരെ തമ്പിങ് ആയിട്ടുള്ളൊരു വിക്ടറി, 102 സീറ്റിൻ്റെ വിജയം ജനങ്ങൾ സമ്മാനിച്ചിട്ടും വലിയ ചർച്ചകൾക്കും അധിക്ഷേപങ്ങൾക്കും ഇടയാക്കിയ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ച ദിവസങ്ങൾ നീണ്ടു. അതിന് പിന്നാലെയാണ് തീരുമാനം വന്നത്, VD സതീശൻ. ഇതാണ് ഈ ഒരു വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്, VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെയും? അല്ല, ഇത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടുന്ന ഒരു വിവാദമായിരുന്നു. മാത്രമല്ല 102 സീറ്റ് എന്ന വലിയ ഭൂരിപക്ഷം UDF സംവിധാനം തുടങ്ങിയതിന് ശേഷം, UDF LDF എന്ന വേർതിരിവ് തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ മെജോറിറ്റിയാണ്. UDF-നാവട്ടെ LDF-നാവട്ടെ ഒരിക്കലും 100 കടന്നു പോകാൻ പറ്റില്ല. 2001 ശ്രീ A. ആന്റണിയുടെ നേതൃത്വത്തിൽ 99 സീറ്റ്, പിന്നെ MA വാഹിദിൻ്റെ കണക്കൂട്ടം കൂടി ചേർത്ത് 100 സീറ്റ് തികച്ചാണ് ഇതിനു മുമ്പുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം. അപ്പോൾ അതിനെയും അതിശയിക്കുന്ന ഒരു ജനവിധിയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. 102. ശരിക്ക് UDF നിർത്തിയ അല്ലെങ്കിൽ കോൺഗ്രസ് നിർത്തിയ ചില സ്ഥാനാർത്ഥികൾ ജയസാധ്യത കുറഞ്ഞവരായിരുന്നു. പക്ഷേ ഈ കടുത്ത തരംഗത്തിൻ്റെ ഒരു ശക്തിയിൽ ഈ ജയസാധ്യത കുറഞ്ഞവരും കുറച്ച് പേര് ജയിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ തെരഞ്ഞു പിടിച്ച് നിർത്തിയിരുന്നെങ്കിൽ ഇത് 110 ഒരു പക്ഷേ 115 വരെ പോകുമായിരുന്നു. അപ്പോൾ അത്രയും വലിയ ഒരു എതിർ വികാരമാണ് ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവർ UDF അർഹിച്ച അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുമായിരുന്ന ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വലിയ ഭൂരിപക്ഷത്തിലൊന്നും കാര്യമില്ല. വലിയ ഭൂരിപക്ഷം അല്ല എപ്പോഴും സർക്കാരുകളുടെ വിജയത്തെ തീരുമാനിക്കുന്നത്. ന്യായമായ ഭൂരിപക്ഷമാണ്. ഇപ്പം ന്യായമായ ഭൂരിപക്ഷമല്ല, അതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വിജയത്തിൻ്റെ ശില്പി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ശില്പി പിണറായി വിജയനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണ വൈകല്യം കൊണ്ടാണ് UDF-ന് 102 സീറ്റ് കിട്ടിയത്. BJP-ക്ക് പോലും 3 സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം LDF-ൻ്റെ 3 സിറ്റിംഗ് സീറ്റുകളാണല്ലോ BJP പിടിച്ചെടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ വിജയനാണ് പ്രധാനപ്പെട്ട ശില്പി. പക്ഷേ UDF-ൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അതിൻ്റെ പ്രധാന കാർമ്മികത്വം വഹിച്ചത് VD സതീശനാണ്. മറ്റ് അനുകൂല ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ 5 വർഷമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഈ VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കൃത്യമായി ഗൃഹപാഠം ചെയ്ത് അതിശക്തമായ ആക്രമണമാണ് LDF സർക്കാരിന് നേരെ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് VD സതീശനാണ്. ഞാൻ ഈ മനോരമയും മാതൃഭൂമിയും അല്ലെങ്കിൽ മറ്റ് ചാനലുകൾ നടത്തിയ ഗാലപ്പ് പോളുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. പൊതുവേ തന്നെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു
ആ മുഖ്യമന്ത്രി ഇദ്ദേഹമാണ്. കാര്യം രമേശ് ചെന്നിത്തല സീനിയറാണ്, അദ്ദേഹവും മത്സരരംഗത്തുണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ എതിർപ്പിൻ്റെ അല്ലെങ്കിൽ പോരാട്ടത്തിൻ്റെ ഒരു മുഖമായിട്ട്, ഒരു പ്രതീകമായിട്ട്, പ്രതിരൂപമായിട്ട് മാറിയത് സതീശനാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ സതീശനെ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ചെന്നിത്തല മത്സരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് സീനിയർ, അദ്ദേഹത്തിനാണ് ഭരണപരിചയം കൂടുതൽ, അദ്ദേഹത്തിനാണ് പാർലമെൻ്ററി എക്സ്പീരിയൻസ് കൂടുതൽ, അദ്ദേഹത്തിനാണ് കുറെ കൂടി ഫ്ലെക്സിബിളായിട്ട് ഘടകകക്ഷികളായിട്ടാണെങ്കിലും കോൺഗ്രസിലും മറ്റു നേതാക്കന്മാരായിട്ടാണെങ്കിലും ഇടപെടാൻ കഴിയുക. പിന്നെ ദേശീയ തലത്തിൽ എക്സ്പോഷർ കൂടുതലുള്ളത് രമേശിനാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട എല്ലാ പദവികളും വഹിച്ചിട്ട് KSUവിൻ്റെ പ്രസിഡന്റായിരുന്നു, NSUവിൻ്റെ പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിരുന്നു, KPCC പ്രസിഡന്റായിരുന്നു. പിന്നെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നു. എല്ലാത്തിനും ഉപരി പ്രതിപക്ഷ നേതാവുമായിരുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് സുപ്പീരിയർ ക്ലെയിം നമുക്ക് ആർക്കും അവഗണിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ ആഗ്രഹിച്ചത് സതീശനെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നിയമസഭാ കക്ഷി വിളിച്ചു കൂട്ടി അതിലെ ഭൂരിപക്ഷം അനുസരിച്ച് ഒന്നുകിൽ രമേശ് അല്ലെങ്കിൽ സതീശൻ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലും സതീശനും പരിഭവിക്കാൻ പറ്റില്ല, ആർക്കും പരിഭവിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം സീനിയറാണ്, അദ്ദേഹത്തിന് കൂടുതൽ അവകാശവാദങ്ങളുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പരിഗണിക്കേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇത് രണ്ടുമല്ല. രമേശ് മുഖ്യമന്ത്രി ആയില്ല, സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തടസ്സം വരികയും. കാരണം ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് MP അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സുപ്രധാന സ്ഥാനത്തിരിക്കുന്ന KC വേണുഗോപാൽ വരികയാണ്. അപ്പോൾ ഇത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചുള്ള കോൺഗ്രസ്സുകാരല്ലാത്തവരും UDF അല്ലാത്തവരും അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചുള്ള അതൊരു ജട്ടലുണ്ടാക്കിയ സംഭവമാണ്. എനിക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നു KC വേണുഗോപാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണെന്നും, ഏത് MLA രാജിവെപ്പിച്ച് ഏത് സീറ്റിൽ മത്സരിക്കാനാണ് പുള്ളി ഉദ്ദേശിക്കുന്നതൊക്കെ അഭിജ്ഞവൃത്തങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അറിയുന്നത്. പക്ഷേ സാധാരണക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് പ്രശ്നമായത്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് വലിയ റെസിസ്റ്റൻസ് ഉണ്ടായി. അത് മാനിപ്പുലേറ്റ് ചെയ്ത ഒരു റെസിസ്റ്റൻസ് അല്ല, ജെനുവിനായിട്ട് ഉണ്ടായ ഒരു സംഗതിയാണ്. ഏതുപോലെ വെച്ചാൽ VS അച്യുതാനന്ദൻ്റെ സീറ്റ് നിശ്ചയിച്ചപ്പോൾ CPM-കാരുടെ ഉണ്ടായ ഒരു ക്ഷോഭം ഓർമ്മയില്ല. അത് CPM-കാരുടെ ഇടയിൽ മാത്രമല്ല, അനുഭാവികളുടെ സഹയാത്രികരുടെ ഇടയിൽ മാത്രമല്ല, സാധാരണക്കാരുടെ ഇടയിലുണ്ടായി. കാരണം ജനങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി, ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി VS ആയിരുന്നു. പെട്ടെന്ന് VSൻ്റെ സീറ്റിലെന്ന് കേട്ടപ്പോൾ ആളുകൾ പ്രകോപിതരായി. അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്, ഇത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നുകൊണ്ട് അത് VSൻ്റെ ആ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ സർവതോമുഖമായ വ്യക്തിത്വത്തിന് ഇതൊരു അധിക യോഗ്യതയായിട്ട് മാറി. അതിന് ജനങ്ങൾ താല്പര്യപ്പെട്ട് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ് VS വരുന്നു എന്നൊക്കെ തന്നെ വലിയ വികാരമുണ്ടായി. അങ്ങനെയാണ് LDFൻ്റെ ചരിത്ര വിജയം നേടാൻ കഴിഞ്ഞത്. അത് സാധിച്ചത് VSൻ്റെ വ്യക്തിത്വം കൊണ്ടും VS പോരാടി നേടിയ, അല്ലെങ്കിൽ VSന് വേണ്ടി പാർട്ടിക്കാർ പോരാടി നേടിയെടുത്ത സ്ഥാനാർത്ഥിത്വം എന്ന ഒരു സങ്കല്പം കൊണ്ടുമാണ്. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ജയിച്ചതിന് ശേഷമാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, MP-മാരും മത്സരിക്കരുത് എന്ന് ആദ്യം തന്നെ ഒരു മാനദണ്ഡം ഉണ്ടാക്കിയതാണ്. പിന്നെ അതേ മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് ഞാൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിക്കോളാം എന്ന് പറഞ്ഞ ഒരാൾ വരികയാണ്. അത് കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിൽ ചോദിക്കണതിന് കുഴപ്പമില്ലല്ലോ. പക്ഷേ കൗതുകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ MLA-മാരിൽ ബഹുഭൂരിപക്ഷം പേരും, ബഹുഭൂരിപക്ഷം ചെറിയ ഭൂരിപക്ഷമല്ല, 63 അംഗങ്ങളുള്ള നിയമസഭാ കക്ഷികളായിട്ട് 45 പേരും വേണുഗോപാലിനെ പിന്തുണച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് വലിയൊരു അട്ടിമറി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവിടെ ഉരുണ്ടുകൂടിയിരുന്നു. ഒരുപക്ഷെ സതീശനത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞെങ്കിൽ തന്നെ അതിൻ്റെ ഗൗരവം എത്ര ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെയും അദ്ദേഹത്തിന് അത് ആ ഘട്ടത്തിൽ ഒരു വിധത്തിലും പരിഹരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ 45 പേര് ജയിച്ചു വരും. രമേശിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് പേർ, സതീശനെ പിന്തുണയ്ക്കുന്ന വേറെയും കുറച്ച് പേർ, അതൊക്കെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ഇത് മഹാഭൂരിപക്ഷമാണ്. ഏതാണ്ട് 3-2 ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞ പോലത്തെ വമ്പൻ ഭൂരിപക്ഷമാണ് KC വേണുഗോപാലിന് കിട്ടിയത്. ആ ഘട്ടത്തിൽ ഹൈക്കമാൻഡിന് വേണമെങ്കിൽ ഈ ജനങ്ങളുടെ താല്പര്യം, ജനഹിതം ആർക്കും എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല, MLA-മാരെല്ലാം അവിടെ എണ്ണി കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ താല്പര്യമാണ് MLA-മാരുടെ താല്പര്യം. അതുകൊണ്ട് MLA-മാരുടെ താല്പര്യം അനുസരിച്ച് ഞങ്ങൾ വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ വലിയ റെസിസ്റ്റൻസ് ഉണ്ടാവുമായിരുന്നു. എങ്കിൽ പോലും അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ അതും ചെയ്തില്ല. കാരണം ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു സാധനം വന്നപ്പോൾ ഈ ചക്ക കുഴയണ പോലെ കുഴഞ്ഞു. എന്താ ചെയ്യേണ്ടത് അവർക്ക് തന്നെ അറിയാൻ പാടാത്ത അവസ്ഥ. അത് മാത്രമല്ല, ഈ അജീത് മാഖാൻ്റെ കയ്യിലിരുന്ന കടലാസ് ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത് അത് എല്ലാവരും ചെയ്ത് ആ പത്രത്തിൽ കൊടുത്ത് ഈ MLA-മാരെ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കി. അതും ഒരു വിഷയം. അങ്ങനെ മൊത്തം വിവാദവും അപവാദവും
വാദവും പ്രതിവാദവും കുത്തുവാക്കുകളും ഫേസ്ബുക്ക് വഴിക്കുള്ള ആക്രമണവും എല്ലാം കൂടി കേരള സംസ്ഥാന ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ വളരെ എന്താണ് വിഷലിപ്തമായ ഒരു തെരഞ്ഞെടുപ്പാക്കി ഇതിനെ മാറ്റി. അതിനുശേഷം അതിനിടയ്ക്കാണ് ഒരു സാമുദായിക ഛായ വന്നത്. കാരണം ഈ ഘടകകക്ഷികൾ സതീശനെ പിന്തുണക്കും. അതെ, അതിൽ തന്നെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗ് ശക്തമായ നിലപാടെടുക്കും. വെറും നിലപാടാണ്. കോൺഗ്രസ്സുകാർക്ക് സത്യത്തിൽ ഇവരോട് ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല. കോൺഗ്രസിൻ്റെ ലെജിസ്ലേച്ചർ പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നതിൽ ലീഗിനോടും കേരള കോൺഗ്രസിനോടും CMPയോടും RMPയോടും ഒക്കെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമുണ്ട്. നല്ല രസമായില്ലേ? അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് കോൺഗ്രസ്സുകാരോട് ചോദിക്കാറുണ്ടോ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാരോട് ചോദിക്കാറുണ്ട്? ചോദിക്കേണ്ട ആവശ്യമില്ല. സർ, ഒരർത്ഥത്തിൽ ലീഗിന്റെ പിന്തുണയല്ലേ നിർണായകമായത്? അത് ലീഗിൻ്റെ പിന്തുണയും നിർണായകമായി. അത് മാത്രമല്ല, കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു. നാനാജാതി മത്സരമായിട്ടുള്ള ആളുകൾ എതിർത്തു. കോൺഗ്രസ്സുകാരും അല്ലാത്തവരും എതിർത്തു. കാരണം അവർക്ക് ആർക്കും ഇപ്പം ചെന്നിത്തലയെ സ്വീകരിക്കുന്നതിന് തടസ്സമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചെന്നിത്തല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ദൂതൻ ഇവിടെ വരുന്നു, ചെന്നിത്തലയെ ഞങ്ങൾ തീരുമാനിക്കും. ആ വലിയ എതിർപ്പൊന്നും ഉണ്ടാവില്ല. ചെന്നിത്തല ആയിക്കോട്ടെ. സതീശൻ 2ാം സ്ഥാനക്കാരനായിട്ട് മന്ത്രിസഭയിൽ ഇടുന്നു, ആർക്കും ഒരു ആക്ഷേപമില്ല. കാരണം ചെന്നിത്തലയ്ക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആട്ടെ എന്ന് പറഞ്ഞാൽ ചെന്നിത്തലയ്ക്ക് പോലും അല്ല, സതീശന് പോലും എതിർക്കാൻ പറ്റില്ല. പക്ഷെ വേണുഗോപാൽ ഒരു പകരമല്ലോ. ഇത് ഒരാൾ പുറത്തുനിന്ന് ഇടിച്ചു കയറി വരികയാണ്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് ഒരു നിലപാടെടുത്തു. മുസ്ലിം ലീഗ് മാത്രമല്ല, കേരള കോൺഗ്രസും CMPയും എല്ലാവരും എടുത്തു. RSP എടുത്തു. അവരൊക്കെ അവിടെ പോയി പറഞ്ഞെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർക്ക് ആർക്കും ശക്തമായിട്ട് നിർബന്ധിക്കാൻ പറ്റില്ല. അതൊരു വലിയ ഘടകമാണല്ലോ. അവർക്ക് എന്ത് പറയാം, ഇവിടെ നിയമത്തിൽ MLA ആയിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രി ആവുന്നതാണ് നല്ലത്. സതീശനാണ് കഴിഞ്ഞ 5 കൊല്ലം ഇവിടെ ഇതിനെ നയിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി കാണണം എന്നാണ് പൊതുവായ വികാരം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിർബന്ധമായിട്ട് 22 മെമ്പർമാരുള്ള പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു, അഥവാ കൽപ്പിക്കുന്നു, കേരളത്തിൽ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ വേണ്ട. ഞങ്ങൾ പിന്തുണക്കുന്ന സ്ഥാനാർത്ഥി BD സതീശനാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ അവിടെ പോയിട്ട് മൈൽഡായിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞ് തിരിച്ചു പോകും. അതിനെ വേണമെങ്കിൽ ഹൈക്കമാൻഡിന് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. അതും ചെയ്തില്ല. അതിനുശേഷമാണ് ഇവർ കൂടിയാലോചനകൾ ആലപിക്കുന്നത്. 3 നേതാക്കന്മാരെ ഡൽഹിക്ക് വിളിക്കും. എന്നിട്ട് അവർക്ക് എന്താ പറയാനുള്ളത് കേൾക്കും. അത് കഴിഞ്ഞിട്ട് മുതിർന്ന നേതാക്കളെ വിളിപ്പിക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പിന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേര്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അതിനും പുറമെ മുൻ പ്രസിഡന്റുമാർ മുല്ലപ്പള്ളി രാമേന്ദ്രൻ, K മുരളീധരൻ, VM സുധീരൻ, ഇവരെയൊക്കെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് പരമോന്നത നേതാവ്, കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് AK ആന്റണി, അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കും. ഇതൊക്കെ ആദ്യം ചെയ്താൽ എന്ത് തകരാറ വരുന്നത്? വല്ല കുഴപ്പമുള്ളൂ. അത് ചെയ്തില്ല. അപ്പോൾ ഏത് കാര്യവും നമ്മുടെ കോൺഗ്രസിനെ കുറിച്ച് സാധാരണ പറയാനുള്ളൊരു കാര്യമുണ്ട്, ശരിയായ സമയത്ത് തെറ്റായ തീരുമാനം എടുക്കാൻ കോൺഗ്രസ്സുകാർക്ക് വലിയ കഴിവാണ്. ഇനി ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ അത് പരമാവധി വഷളാക്കി, അലമ്പാക്കി, നാശക്കോടാലിയാക്കി ആ തീരുമാനം എടുത്ത് അതിൻ്റെ കംപ്ലീറ്റ് ഭംഗിയും സൗന്ദര്യവും കളഞ്ഞ് ആ തീരുമാനം നടപ്പാക്കാനുള്ള കഴിവ്, അതും വളരെ നിസ്തുലമായ ഒരു കഴിവ് തന്നെയാണ്. നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്ന് ആഘോഷിക്കാൻ പോലും പറ്റിയില്ല അവർക്ക്. ആഘോഷിക്കാൻ പോയിട്ട് വേറെ പ്രശ്നം ഉണ്ടായി. അതറിയാമോ? ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ കുറിച്ച് ലിയോ ചോദിച്ചില്ലേ? MLA-മാർക്ക് അവരുടെ മണ്ഡലത്തിലേക്ക് പോകാൻ പറ്റിയില്ല. മണ്ഡലത്തിൽ പോയിട്ട് നമ്മളെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് ഒരു റോഡ് ഷോ നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നു. കാരണം ആൾക്കാർ കാണടുത്ത് വെച്ച് കരണക്കൂറ്റി കിട്ടടിക്കും. മനസ്സിലായി? ആർക്ക് ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത് ജനങ്ങൾക്ക് അറിയാം. ഇപ്പൊ തൃക്കരിപ്പൂരി വന്നപ്പോൾ സന്ദീപ് വാര്യർക്കുണ്ടായ ബുദ്ധിമുട്ടാണ് തരാൻ. നാട്ടുകാർ ചോദിച്ചു, താൻ മറ്റേ KC വേണുഗോപാലിന് വോട്ട് ചെയ്തല്ലോ, നിങ്ങൾ പോടെ ഇവിടുന്ന് എന്ന് ആളുകൾ പറഞ്ഞു. ഇത് നാദാപുരത്ത് സംഭവിച്ചു, അത് തന്നെ കൊയിലാണ്ടിയിൽ സംഭവിച്ചു, മിക്കവാറും സ്ഥലങ്ങളിലും സംഭവിച്ചു. അതെ. അപ്പൊ അങ്ങനെ അത് ചെറിയ കാര്യമല്ലല്ലോ. ഞാൻ പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് അടുത്ത സ്റ്റേജിൽ ഒരു കൈ കൂടി കയറി കളിച്ചു. അത് അധികം പേര് ശ്രദ്ധിച്ചില്ല. അതെന്ന് വെച്ചാൽ ഈ മുതിർന്ന നേതാക്കന്മാരെ വിളിപ്പിച്ച ദിവസം മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര കമ്മിറ്റി, അതിൽ കുറച്ച് മെമ്പർമാരുള്ളൂ, ET മുഹമ്മദ് ബഷീർ, അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടി, കുറച്ച് പേര് മാത്രമുള്ളൊരു കമ്മിറ്റിയാണ്. അത് പാണക്കാട്ട് യോഗം ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു. ആ എടുത്ത തീരുമാനം എന്താണെന്ന് അവർ പുറത്ത് പറഞ്ഞില്ല. അധികം പേര് ശ്രദ്ധിച്ചില്ല. കാരണം ഇതിങ്ങനെ വലിഞ്ഞു മുറിഞ്ഞ് നിൽക്കുന്ന സമയം. അതുകൊണ്ട് ഉന്നതാധികാര കമ്മിറ്റി യോഗം ചേർന്നു, പത്രക്കാരൊക്കെ പാണക്കാട്ടിൽ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തീരുമാനം എടുത്തു, അത് ഉചിതമായ സമയത്ത് തുറന്നു പറയാനായിട്ട് തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇടിമിന്നലേറ്റ് മരിച്ച ആ യുവാക്കളെ മൃതദേഹം കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്.
കോൺഗ്രസിൻ്റെ തീരുമാനം ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ആ തീരുമാനം വന്നതിന് ശേഷം ഞങ്ങളുടെ തീരുമാനം പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെറിയ തീരുമാനമല്ല. ലീഗിന് ആ തീരുമാനം എടുത്തപ്പോൾ തന്നെ പുറത്തു പറയാൻ പറ്റാത്ത അത്രയും ഗുരുതരമായ ഗൗരവവാഹമായ ഒരു തീരുമാനമാണ്. ആ തീരുമാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഊഹിക്കാനേ പറ്റുള്ളൂ. ആ ഊഹം തെറ്റാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ അവരെടുത്ത തീരുമാനം നിയമസഭാംഗമല്ലാത്ത ഒരാളെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കുന്നതിനോട് ലീഗിന് യോജിപ്പില്ല. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയും അതിൻ്റെ ഫലം വിപരീതമാകുകയും ചെയ്താൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കാരണവശാലും വേണു വേണ്ട എന്നാണ്. അതെ. അപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനം വന്നാൽ ഇവർ ഈ തീരുമാനം പുറത്തു പറയും. അപ്പോൾ മുന്നണി മൊത്തം ശിഥിലമാകും. അതിനേക്കാൾ ഉപരി മുസ്ലിം ലീഗിൻ്റെ പിന്തുണയില്ലാതെ, അല്ല മാത്രമല്ല, അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ നിയമസഭാംഗമല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിൽ ചേരില്ല, പുറത്ത് നിന്ന് പിന്തുണ. ഈ വന്ന ആൾ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച് ആ നിയമസഭാംഗമായതിനു ശേഷമേ ലീഗ് മന്ത്രിസഭയിൽ ചേരുള്ളൂ എന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ്, കടുത്ത തീരുമാനമാണ് ലീഗ് എടുത്തത്. അതുകൊണ്ടാണ് ഇത് പുറത്ത് പറയാൻ. അവർ അവിടെ നിന്ന് വന്നതിന് ശേഷം ഞങ്ങളുടെ തീരുമാനം പറയാന്ന് പറഞ്ഞ് ഈ ചീട്ടുകളിൽ കണ്ടില്ലേ, കളിക്കാരെ ചീട്ടിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും, അതുപോലത്തെ ഒരു പിടുത്തം പിടിച്ച്. അപ്പോൾ ഇത് മനസ്സിലാകേണ്ട ആളുകൾക്ക് മനസ്സിലായി ഇവരെന്താണ് തീരുമാനിച്ചത്, എന്താണ് തീരുമാനിക്കാൻ പോണത് എന്നുള്ളത്. ആ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി AK ആന്റണിയെ വിളിച്ചു ചോദിക്കുന്നത്. അപ്പോൾ ആന്റണി പറഞ്ഞു ഇന്ത്യൻ്റെ മാതിരിയുടെ കാര്യങ്ങൾ. അതുമാത്രമല്ല, വയനാട്ടിൽ മത്സരിച്ചാൽ ഇനി പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ജയിക്കുകയില്ല എന്നുള്ള രീതിയിലൊരു പ്രചരണം കൂടി വന്നു. അതെ. പിന്നെ KC വേണുഗോപാൽ മത്സരിച്ച് ജയിക്കാൻ താല്പര്യപ്പെട്ട സീറ്റ് ഇരിക്കൂറാണ്, കണ്ണൂർ ജില്ലയിൽ. അവിടെയും ലീഗിൻ്റെ പിന്തുണയില്ലാതെ ജയിക്കുക എളുപ്പമല്ല, നാട്ടുകാർ മൊത്തം എതിരായി. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇടപെട്ടു. പ്രിയങ്ക ഗാന്ധി പണ്ട് മുതലേ സതീശനോട് ചായവുള്ളതാണ്, രാഹുൽ ഗാന്ധി വേണുഗോപാലിനും. അങ്ങനെ പ്രിയങ്ക ഗാന്ധി ഈ വിഷയം സോണിയാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവർ മരണാസന്നയായിട്ട് കിടക്ക്. സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയെ വിളിച്ച് കാര്യം പറഞ്ഞു, പിന്നെ AK ആന്റണിയെ വിളിച്ചു ചോദിച്ചു. അവസാനം തീരുമാനത്തിലേക്ക് എത്തി, സതീശനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, KC വേണുഗോപാലിനെ വിളിച്ചു വരുത്തി 2 മണിക്കൂർ ഇവർ നമ്മൾ സംസാരിച്ചു. 2 മണിക്കൂർ കൊണ്ട് രാഹുൽ ഗാന്ധി വേണുഗോപാലിനെ ബോധ്യപ്പെടുത്തി വേണുഗോപാലല്ല കേരളത്തിൽ മുഖ്യമന്ത്രിയായ യോഗ്യൻ. നേരത്തെ ഇവിടുന്ന് PC വിശ്വനാഥ്, ഷാഫി പറമ്പിലും പറഞ്ഞ പോലെ അല്ല കേരളത്തിലെ കാര്യങ്ങൾ. അവിടെ ജനുവിനായിട്ടുള്ള ജനരോഷമുണ്ട്, MLA-മാർക്ക് റോഡിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, KPCC പ്രസിഡന്റിനെ കാണുന്നിടത്ത് വെച്ച് ആളുകൾ കയ്യേറ്റം ചെയ്യും എന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വേണുഗോപാൽ മാറി നിൽക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റിക്കണം. അത് കഴിഞ്ഞിട്ട് രമേശ് ചെന്നിത്തല ഫോണിൽ വിളിക്കണം. ചെന്നിത്തലയ്ക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം ഫോണിൽ വിളിച്ച് പറയാനുള്ള പ്രാധാന്യമേ AICC നോക്കിയപ്പോൾ ചെന്നിത്തലയ്ക്ക് വേണുഗോപാലിനെ വിളിച്ചു പറഞ്ഞു. ചെന്നിത്തലയ്ക്ക് പിന്നെ MLA-മാരുടെ എണ്ണവും കുറവാണ്. അതെ. അതുകൊണ്ട് സതീശനെ വിളിച്ചു. ദീപാദാസ് മുൻഷി ഫോൺ വിളിച്ച് സതീശനോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ച് നമ്മുടെ ചെന്നിത്തലയോട് പറഞ്ഞു. അങ്ങനെ ആ നാടകം അവസാനിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ ലീഗിൻ്റെ പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തുന്ന മീഡിയ 1 ചാനൽ കഴിഞ്ഞ 10-12 ദിവസമായിട്ട് സതീശന് വേണ്ടിയിട്ട് ഭയങ്കരമായ ലോബിങ് നടത്തുകയാണ്. ചെറിയ ലോബിങ് അല്ല, സതീശൻ എത്ര മിടുക്കനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുകയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേണുഗോപാൽ എത്ര വഷളനാണ്, അയാൾ എന്തുകൊണ്ടും മുഖ്യമന്ത്രിയാക്കാൻ പാടില്ല എന്ന രീതിയിലൊരു പ്രചരണം കൂടി അവർ നടത്തി. സത്യത്തിൽ ഇത് ഒരിക്കലും ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ന്യായമായിട്ടൊരാൾക്ക് ഒരു സ്ഥാനം കിട്ടുന്ന നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വാദത്തിൻ്റെ ഗുണം കൊണ്ട് ഇപ്പോൾ കോടതിയിൽ കേസ് വാദിക്കപ്പെട്ടിട്ട് നമ്മൾ ജയിക്കുന്ന കേസാണ്, വെറുതെ വിടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അനാവശ്യമായിട്ട് വാദിക്കരുത്. നമുക്കറിയാവുന്ന നിയമം മുഴുവനും മജിസ്ട്രേറ്റിനെ അല്ലെങ്കിൽ ജഡ്ജിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് വിട്ട് ചിലപ്പോൾ ഈ വാദത്തിൻ്റെ ഗുണം കൊണ്ട് പ്രതി ജയിലിൽ പോകും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു വാദം ഇപ്പോൾ ഈ മീഡിയ 1 ചാനലുകാർ നടത്തിയത്. അവർ വാദിച്ച് തെങ്ങുമ്പോൾ കയറുക എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തി. അപ്പോൾ അത് കാണുന്നവർക്കൊരു സംശയം തോന്നുന്നു, എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇത്ര താല്പര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലീഗുകാർക്ക് ഇത്ര താല്പര്യം. അതെ. കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരും മറ്റ് ക്രൈസ്തവ സഭകളിലുള്ള മെത്രാന്മാരും പെന്റക്കോസ്ത് പാസ്റ്റർമാരും വരെ സതീശന് അനുകൂലമായിരുന്നു. അവരുടേതായ ഗ്രൂപ്പുകളിലൊക്കെ കോൺഗ്രസിനും UDF-നും അനുകൂലമായ വികാരം ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷവും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആഗ്രഹിക്കുന്നത് സതീശനെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവർ ദൈനംദിനാടിസ്ഥാനത്തിൽ വന്ന അഭിപ്രായം പറയാൻ നോക്കി. അത്യുന്നത കാർദിനാൾ എറണാകുളത്ത് വാർത്താ സമ്മേളനം വിളിച്ച് VD സതീശനെ ഉടനെ മുഖ്യമന്ത്രിയാക്കണം, അല്ലെങ്കിൽ കത്തോലിക്ക സഭ പിന്തുണ പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ? അവരാരും അങ്ങനെ ചെയ്യുകയില്ല. പക്ഷെ ചെയ്താൽ
അതൊരു വലിയ പ്രശ്നമല്ലേ? കറക്റ്റ്. ചില ആൾക്കാരുടെ സഹായത്തെയാണ് നമ്മൾ അവരുടെ ദ്രോഹത്തേക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത്. സഹായം വഴിക്ക് ചെയ്ത ദ്രോഹത്തേക്കാൾ ഭയങ്കരം അല്ല, അതിനേക്കാൾ കുറഞ്ഞ ദ്രോഹമേ അവർക്ക് ദ്രോഹം എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പോകണം കേട് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. സർ, മറ്റൊരു കാര്യം, ലീഗിന്റെ പിന്തുണ തുടക്കം മുതൽ തന്നെ വി ഡി സതീശൻ ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ ശ്രമിച്ച നേതാവാണ് വി ഡി സതീശൻ എന്ന പേരുദോഷവും അദ്ദേഹത്തിനുണ്ട്. എന്തൊക്കെയാണെങ്കിൽ തന്നെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം നമുക്കറിയാം. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം, അതിനോടൊപ്പം തന്നെ ലീഗിന്റെ പിന്തുണ, ഇതൊക്കെ പിന്നീട് സതീശന് ഒരു തലവേദനയാകാനുള്ള സാധ്യതയുണ്ടോ? എതിരാളികൾക്ക് ആക്രമിക്കാനുള്ള ഒരു ആയുധമായി മാറാനുള്ള സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മുസ്ലിം ലീഗുകാരുടെ മാത്രം മുഖ്യമന്ത്രി അല്ലല്ലോ, നമ്മുടെ എല്ലാവരും മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസ്സുകാരുടെ പോലും അല്ല, മാർക്സിസ്റ്റുകാരുടെ, CPI-കാരുടെ, BJP-കാരുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ടും സത്യസന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ കടമകൾ നിറവേറ്റാൻ കഴിഞ്ഞേ തീരും. അതൊരു ഭാഗം. രണ്ടാമത്, ഇപ്പം തന്നെ ഇത് കുറച്ച് ചീത്തപ്പേരായി ഞാൻ പറഞ്ഞു. അത് BJP-കാരാണ് പ്രധാനമായിട്ടും പോപ്പുലറൈസ് ചെയ്തത്. പ്രത്യേകിച്ച് K. സുരേന്ദ്രൻ, PC ജോർജ്, അടുത്ത ഘട്ടത്തിൽ V. മുരളീധരൻ, ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ ആ നിലവാരത്തിൽ വരെ എത്തി. ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്, പാണക്കാട്ടാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്നൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. CPM-കാരും ഉള്ളുകൊണ്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരും അത് അധികം വാക്കുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിലും അതിനെ കഴിയാവുന്ന രീതിയിലൊക്കെ ന്യായീകരിക്കുക, സാധൂകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഗുണഭോക്താവ് BJP ആയിരിക്കില്ല, BJP-യേക്കാൾ കൂടുതലായിട്ട് CPM ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയെടുത്തു. അത് ഈ ഇത്രയും ദിവസത്തെ പോരാട്ടത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന സതീശന് ചെറുതല്ലാത്ത ഒരു ക്ഷീണം, ഒരു ഗ്ലാനി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സംഭവിച്ച ഒരു കാര്യം, അദ്ദേഹം സഭകളുടെ തിണ്ണനിരങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മത സ്ഥാപനങ്ങളുടെ തിണ്ണനിരങ്ങാൻ പോകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ സഭകളിലേക്ക് അദ്ദേഹം പോയി, സഭാധ്യക്ഷന്മാരെ കാണാൻ പോയി. പക്ഷേ NSS-നെയും SNDP-യും പോലുള്ള സ്ഥാപനങ്ങൾക്ക് എതിരെ ശക്തമായ ഒരു ആക്രമണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത് ഏത് രീതിയിലായിരിക്കും? കാരണം ഒരു മതേതരത്വം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണണം. അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട് മതേതര സമൂഹമാണ് കേരളമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് സത്യസന്ധമായി പറഞ്ഞാൽ എത്രത്തോളം മതേതരമാണ് എന്നാണ് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്, ഈ ഹിന്ദു സമുദായ സംഘടനകൾക്ക് അങ്ങനെ വലിയ പൊളിറ്റിക്കൽ ബാർഗൈനിങ് പവറോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ട് അവകാശപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ NSS പറഞ്ഞനുസരിച്ചിട്ടുള്ള നായന്മാർ കൂട്ടിയത്. സതീശൻ തന്നെ നായർ സമുദായ അംഗമാണ്. പക്ഷേ NSS-ഉമായിട്ട് അദ്ദേഹം വളരെ അകൽച്ചയിലാണ്. ഇപ്പോഴല്ല, മുമ്പോട്ടേ അകൽച്ചയിലാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അംഗമാകാതിരുന്നതിന് എന്തുകൊണ്ടാണ്? NSS-ൻ്റെ പിന്തുണ VS ശിവകുമാറിനായിരുന്നു. ഇദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ തന്നെ അറിയാമല്ലോ എന്താണ് അദ്ദേഹം പോയത്, മറ്റേ അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ഇങ്ങനൊരു സംഗതി അവിടെ ഉണ്ട്. പിന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വളരെ മോശം ബന്ധമാണ്. ആർക്ക്? വേണുഗോപാലിനും അതെ, സതീശനും അതെ. വേണുഗോപാലുമായിട്ട് വെള്ളാപ്പള്ളി നേർക്കുനേർ പോരാട്ടം നടന്ന ഒരു സമയമുണ്ട്. പിന്നെയും രമേശ് ചെന്നിത്തലയാണ് കുറച്ചെങ്കിലും ഇവരൊക്കെ ആയിട്ട് യോജിച്ചു പോകുന്നത്. അപ്പോൾ ആ പ്രശ്നം അവിടെ ഉണ്ട്. അപ്പം ഇത് ഇല്ലെങ്കിൽ പോലും സതീശനെ അവർ എതിർക്കും, അത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അധിക പിന്തുണ ന്യായമായ പിന്തുണയല്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പിന്തുണ KC വേണുഗോപാലിനായിരുന്നു. കാരണം ലീഗിനെതിരായിട്ട് നിലപാട് അദ്ദേഹം എടുക്കും. അതുകൊണ്ട് വേണുഗോപാലിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ശരി, സ്വീകരിച്ചു. പക്ഷേ ലീഗ് അങ്ങനെയല്ലോ, ഒരു പ്രബലമായ പാർട്ടിയല്ലേ. അപ്പോൾ ഇത് വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഒരു വസ്തുത. മറ്റൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം ഉണ്ടാകും. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തരത്തിൽ അധികമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ അതിനെ നേരിടും എന്നാണ് പറയുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി വലിയ ചർച്ചയായിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എങ്ങനെയൊക്കെ വി ഡി സതീശനോ മറ്റ് നേതാക്കളോ നിഷേധിക്കാൻ ശ്രമിച്ചാലും ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന രീതി നമുക്കറിയാം, ആഗോളമായി അവരുടെ അജണ്ടയും അറിയാം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇനിയും എന്തായാലും ചർച്ചയാകും കേരളത്തിൽ. BJP-യുടെ 3 അംഗങ്ങളും നിയമസഭയ്ക്ക് അകത്തുമുണ്ട്. അപ്പോൾ ഇത് ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം എന്ന് പറയുന്നത് ഈ പ്രകടമല്ല, അത് ആന്തരികമായിരിക്കും.
അവർ ഒരു 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 ദുരൂഹ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് പോലത്തെ സംഘടനയാണ്. അതിൽ പ്രവർത്തകരെ പുറമെ കണ്ടാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ വളരെ മാന്യന്മാരെയൊക്കെ എല്ലാ ദിവസവും കുളിച്ച് ആ നല്ല വേഷമൊക്കെ ധരിച്ച് മോടിയിൽ നടക്കുന്ന ആൾക്കാരൊക്കെ. പക്ഷേ ഇവർ പ്രചരിപ്പിക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ ഒന്നാണ്. അതാണ് അതിൻ്റെ ശരിക്കുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ സംഘടന 2 പ്രാവശ്യം നിരോധിച്ചത്. 1975 ഇന്ദിരാഗാന്ധി നിരോധിച്ചു, 91 നരസിംഹറാവു നിരോധിച്ചു. ആ പാർട്ടിയുടെ സിദ്ധാന്തവും പ്രത്യയശാസ്ത്രവും തന്നെ ആപൽക്കരമാണ്. അത് അറിയാത്ത ആളല്ല സതീശൻ. പക്ഷേ സതീശൻ ഒരാൾ മാത്രമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശി അവർ മതരാഷ്ട്രവാദവും പണ്ട് ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ ലീഗിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പ് കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ 2 സംഘടനകൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ വലിയ എതിരാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഒരു ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പ് കൊടുക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമവും പത്രവും മീഡിയ വൺ ചാനലുമാണ്. അതുകൊണ്ടാണ് ലീഗുകാർ പോലും ഇവരുടെ മുമ്പിൽ സാമാന്യമായിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നത്. സൈദ്ധാന്തികമായിട്ട് ഇവർ തമ്മിൽ വലിയ എതിർപ്പുണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെ ഒരു ഘടകം ഉണ്ട്. അതിൻ്റെ ഒരു പിന്തുണ സതീശന് കിട്ടിയിട്ടുണ്ട്. അതില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായുള്ള യോഗ്യതയുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ഇത് കിട്ടിയത് അഥവാ അത് സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിതമായ മതനിരപേക്ഷ നിലപാടിനോട് ജനങ്ങളുടെ ഇടയിൽ സംശയം ജനിപ്പിക്കുന്നതിന് മാത്രമേ സഹായിച്ചുള്ളൂ. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ KC വേണുഗോപാൽ പിണങ്ങി നിൽക്കുകയാണ്. അദ്ദേഹം ഇടഞ്ഞു നിന്നാൽ VD സതീശൻ്റെ പ്രവർത്തനത്തെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഭൂരിഭാഗം MLA മാരും KC വേണുഗോപാലിൻ്റെ ആൾക്കാരാണ്. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ നമുക്കറിയാം എല്ലാ വെല്ലുവിളികളെയും വളരെ വിദഗ്ധമായി അതിജീവിച്ച് മുന്നോട്ട് വരുന്ന ആളാണ്. കോൺഗ്രസിനുള്ളിലെ ഈ വെല്ലുവിളികളെ അദ്ദേഹത്തിന് എത്രത്തോളം സുഗമമായി അതിജീവിക്കാൻ സാധിച്ച് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പേരെടുക്കാൻ സാധിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഈ ഘടകകക്ഷികളെല്ലാത്തിനും ആട്ടിത്തെളിച്ചു കൊണ്ടുപോകാൻ വെച്ചാൽ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ലീഗ് പിന്തുണച്ചു എന്ന് വെച്ച് 5 കൊല്ലം ലീഗിൻ്റെ പിന്തുണ ആ നിലയിൽ കിട്ടണം നിർബന്ധമില്ല. കാരണം ലീഗുകാർ അനാവശ്യവും അവിഹിതവുമായ ഒരുപാട് ഡിമാൻഡുകൾ മുമ്പോട്ട് വയ്ക്കും. അവർക്ക് കിട്ടുന്ന വകുപ്പുകളൊക്കെ അവരവരുടെ സ്വകാര്യ സാമ്രാജ്യമായിട്ട് ഒരു സുൽത്താനേറ്റായിട്ട് വച്ച് ഭരിക്കും. അതിൽ വേറെ ആർക്കും പ്രവേശനം അനുവദിക്കില്ല. അത് വേറെ പ്രശ്നമാണ്. മറ്റ് ഘടകകക്ഷികൾ സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ അവർക്ക് വലിയ അസൂയയും മനപ്രയാസവും ഉണ്ടാവും. കാരണം ലീഗുകാർ മാത്രം കൈയിട്ട് വരും, നമുക്ക് ആർക്കും സാധ്യതയില്ല, സൗകര്യമില്ല. പിന്നെ അവരും അവരാൽ കഴിയുന്ന രീതിയിൽ കൈയിട്ട് വരാൻ തുടങ്ങും. അതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിലവിലുള്ള പ്രശ്നങ്ങൾ, കോൺഗ്രസിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ MLA-മാർ ഇപ്പോഴും നമ്മുടെ വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ്. പിന്നെ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ എടുക്കാൻ പറ്റും, എടുത്താൽ ഏത് വകുപ്പായിരിക്കും, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒട്ടും എളുപ്പമുള്ള ഒരു പ്രൊസീഡിങ്സ് കൂടി അല്ല ഇപ്പോൾ കോൺഗ്രസ് കടന്നു പോകും. അതിൻ്റെ കൂടെയാണ് പിണറായി വിജയൻ എന്ന ഒരു കരുത്തനായ നേതാവ് പ്രതിപക്ഷ നേതാവായി വരികയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് CPM-ൻ്റെ ഊർജവും കരുത്തുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ CPM-കാർ സമരം തുടങ്ങാൻ എന്താ കാരണം എന്ന് ആലോചിച്ച് നിൽക്കണം. അപ്പോഴാണ് ഇതുപോലെയുള്ള വിഷയങ്ങളുണ്ട്. പിന്നെ സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ പ്രതീക്ഷിക്കാം. സമരങ്ങൾ, പഠിപ്പ് മുടക്കുകൾ, ഫാക്ടറികൾ പൂട്ടുന്ന, പൊതുപണി മുടക്ക്, ബന്ദ്, ഹർത്താൽ, ഇതെല്ലാം ആവർത്തിച്ച് വരും. ഒരു ചോദ്യം കൂടിയാണ് ഉണ്ട് സാർ. അതായത് KC വേണുഗോപാലിനെ എങ്ങനെ, കാരണം ഇപ്പോൾ ഓരോരുത്തരെയും അനുനയിപ്പിക്കുന്നത് മറ്റെന്തെങ്കിലും ഓഫർ കൊടുത്തായിരിക്കും. KC വേണുഗോപാലിനെ എങ്ങനെയായിരിക്കും ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലുമൊക്കെ ഓഫർ കൊടുത്തിട്ടുണ്ടാകുമോ? ഖാർഗെയുടെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ചില ശ്രുതിയുണ്ട്. അല്ല, അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ന്യായമായ ഒരു സ്ഥാനം ഡൽഹിയിൽ കിട്ടും. അതിൽ സംശയിക്കാനൊന്നുമില്ല. അദ്ദേഹം ഇനിയിപ്പോൾ ഏതെങ്കിലും കാലത്ത് UPA നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വരികയാണെങ്കിൽ അതിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാനില്ല, കാത്തിരിക്കാൻ മാർഗം. ഈ വെല്ലുവിളികൾക്കൊപ്പമാണ് BJP-യുടെ സാന്നിധ്യം. അവരുടെ ഒരു അക്കൗണ്ട് പൊട്ടിച്ചപ്പോൾ 3ആയി തുറന്നിട്ടുണ്ട്. ശക്തമായ ഒരു ആക്രമണം പല വിഷയങ്ങളിലും BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകില്ലേ? വെല്ലുവിളി ശക്തമായിരിക്കും സതീശന്, അല്ലേ? അല്ല, BJP-യുടെ ഭാഗത്തുണ്ടാകുന്ന വെല്ലുവിളി കുറേ കൂടി ഫോർമിഡബിൾ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ CPM ഇപ്പോൾ അല്പം തളർന്ന് ക്ഷീണിച്ച അവസ്ഥയിലാണ്. ഈ CPM-ൻ്റെ വോട്ട് ബേസിലേക്ക് കടന്നു കയറാൻ അവർ ശ്രമിക്കും. മാത്രമല്ല, ഈ മുസ്ലിം ലീഗിനോട് അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള എതിർപ്പ് എന്ന് പറഞ്ഞാൽ കേരള പൊതുസമൂഹത്തിലുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് പിണറായി വിജയനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ UDF വോട്ട് ചെയ്തത്. അത് ഒരു മധുവിധു കാലം കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ എത്തും. അപ്പോൾ
ഈ പറഞ്ഞ രീതിയിൽ നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു ഐക്യം, അല്ലെങ്കിൽ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഒരു ഐക്യം എന്നൊരു ആശയം ഉരുത്തിരിഞ്ഞ് വന്നാൽ അതുണ്ടാക്കാവുന്ന ഡാമേജ് വളരെ കൂടുതലായിരിക്കും. കാരണം പഴയ BJP അല്ല ഇപ്പോഴത്തെ BJP. 3 സീറ്റ് കിട്ടിയെന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി അവരുടെ പ്രസൻസ് വളരെ വളരെ പ്രകടമായി എന്നുള്ളതാണ്. അവരുടെ സാന്നിധ്യം, ഈ തോറ്റുപോയ മണ്ഡലങ്ങൾ, 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങൾ, അവർ മുന്നേറ്റം നടത്തിയ മണ്ഡലങ്ങളുടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. 140 മണ്ഡലങ്ങളിലും അവർ പഴയ പോലെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്നില്ല. അവർ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത, അവർ തിരഞ്ഞെടുത്ത ഏതാനും മണ്ഡലങ്ങളിൽ അവർ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുകയും അവിടെ അവരുടെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ പ്രകടമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഈ BJP-ക്കാർ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതിൻ്റെ ഗുണം ആത്യന്തികമായിട്ട് കിട്ടാൻ പോകുന്നത് LDF-നായിരിക്കും. അപ്പോൾ 2 രീതിയിൽ LDF-ന് ഗുണകരമായിട്ട് ഇത് അവസാനിക്കും. അത് ശരി. അല്ല, നമ്മൾ വേറൊരു കാര്യം മറന്നുകൂടാ. രാജഗോപാലിനെ പോലെ സൗമ്യരായിട്ടുള്ളവരല്ല വി മുരളീധരനാണെങ്കിലും, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു രാഷ്ട്രീയ കൾച്ചർ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു വികസന പൊളിറ്റിക്സിൻ്റെ. എങ്കിലും ആക്രമണം ശക്തമാക്കുമെന്നാണ് അവർ പറയുന്നത്. എക്സ്പീരിയൻസ്ഡ് ആണ്, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ് രണ്ടുപേരും. അവർ രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് ആണ്. മറ്റേ മൂന്നാമത്തെ ആളും സാമാന്യമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിച്ച പരിചയമുള്ള ആളാണ്. വളരെയധികം നന്ദി സാർ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. VD സതീശന് മുന്നോട്ടുള്ള പാത വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കല്ലും മുള്ളും നിറഞ്ഞതായി തന്നെ ആയിരിക്കും. കോൺഗ്രസിനകത്ത് നിന്നുള്ള ആക്രമണത്തെ അദ്ദേഹത്തിന് നേരിടേണ്ടതുണ്ട്. ഘടകകക്ഷികളെ പരിക്കുകൂടാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ സർക്കാരിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമുള്ള കപ്പിത്താനാണ് VD സതീശൻ. ഒപ്പം തന്നെ KC വേണുഗോപാൽ ഉയർത്തുന്ന വെല്ലുവിളികളെ അദ്ദേഹത്തിന് വളരെ ടാക്ട്ഫുള്ളായി നേരിടേണ്ടതുണ്ട്. അതിന് പുറമെയാണ് LDF-ൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം BJP-യുടെ ഭാഗത്തു നിന്നും ഒക്കെ ശക്തമായ ആക്രമണവും അദ്ദേഹത്തിന് പ്രതീക്ഷിക്കേണ്ടി ഉണ്ട് എന്നുള്ളത് കൂടി നമുക്കിവിടെ സൂചിപ്പിക്കാം. കാത്തിരുന്ന് കാണാം. VD സതീശൻ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ച നേതാവാണ്, കരുത്തനാണ്. എന്തായാലും മികച്ചൊരു ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.